നമസ്കാരം. 2018 ഫെബ്രുവരി 23 ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ് 2:30 മണിയായിട്ടുണ്ടാവും. ഒഡീസയിലെ ബ്രഹ്മപുര ഗ്രാമത്തിലെ ബോലാനാഥ് എന്ന് പറയുന്ന ഒരു തെരുവിൽ ഒരു വീട്ടിൽ ഒരു മുത്തശ്ശിയും ഒരു ചെറുപ്പക്കാരനും അയാളുടെ ഭാര്യയും ചേർന്ന് അവർക്ക് ലഭിച്ച ചില പാക്കേജുകൾ പരിശോധിക്കുകയാണ്. അവർക്ക് ആ പാക്കേജുകൾ ഗിഫ്റ്റായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അവരുടെ വിവാഹം ഫെബ്രുവരി 18-നായിരുന്നു. വിവാഹം കഴിഞ്ഞ് വീടുകളിലെ വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടിയപ്പോൾ അവർ ആ പാഴ്സലുകൾ പരിശോധിക്കുന്നതാണ്. ആ ഗിഫ്റ്റ് ബോക്സുകൾ ഒന്നൊന്നായി പരിശോധിച്ചു വരുമ്പോഴാണ് മനോഹരമായി പാക്ക് ചെയ്യപ്പെട്ട ഒരു ബോക്സ് ആ ചെറുപ്പക്കാരന്റെ ദൃഷ്ടിപ്പെട്ടത്. അതിലെ അഡ്രസ്സ് അവരുടെ ആ ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ ദൂരെയുള്ള റായ്പൂരാണ്. റായ്പൂരിൽ തനിക്ക് സുഹൃത്തുക്കളൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഒരു ചിന്ത ആ പാഴ്സൽ പരിശോധിക്കുന്ന സൗമ്യ ശേഖർ റാവുവിന് തോന്നുകയും ചെയ്തു. എന്തായാലും റായ്പൂരിൽ നിന്ന് ആരാ ഇത് അയച്ചിരിക്കുന്നത് അറിയാനായി അയാളെ പാഴ്സലിന്റെ അഡ്രസ് നോക്കുമ്പോൾ ഒരു SK ശർമ്മയുടെ അഡ്രസ്സാണ് കാണുന്നത്. റായ്പൂരിലെ SK ശർമ്മയോ? ഇതിപ്പോ ആരാ? അവന്റെ പരിചയത്തിൽ അവന് റായ്പൂരിൽ ഒരു SK ശർമ്മ ഇല്ല. ചിലപ്പോ അവന്റെ ഭാര്യയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റു പരിചയക്കാരെങ്കിലും ആയിരിക്കും. എന്തായാലും അതെന്തോ ആവട്ടെ എന്ന് കരുതി സൗമ്യ ശേഖർ ആ പാഴ്സല് പൊട്ടിക്കാൻ തീരുമാനിച്ചു. വളരെ കൗതുകത്തോടെ സൗമ്യ ശേഖറും അവന്റെ ആ മുത്തശ്ശിയും ചേർന്ന് ആ പാഴ്സൽ പൊട്ടിക്കുമ്പോൾ അവന് തൊട്ടുപുറകിൽ അവന്റെ ഭാര്യ നിൽക്കുകയാണ്. അവക്കും വല്ലാത്തൊരു കൗതുകം. ആ പാഴ്സലിനെ കെട്ടിയിരിക്കുന്ന റിബണാണ് ആദ്യം അവർ അഴിച്ചത്. അതിനുശേഷം ആ റാപ്പറിന്റെ പുറത്തുള്ള കളർ പേപ്പർ ഒരു കത്തി ഉപയോഗിച്ച് അവർ കട്ട് ചെയ്തു. കത്തി ആ പേപ്പറിലൂടെ കടന്നതും ആ പേപ്പർ രണ്ടായി കീറി. ആ പേപ്പർ അവരൊന്ന് തുറന്ന നിമിഷത്തിൽ ഒരു വൻ സ്ഫോടനം അവിടെ ഉണ്ടായി. കണ്ണഞ്ചിക്കുന്ന പ്രകാശവും ശബ്ദവും അതിനോടൊപ്പം ഒരു അലറിക്കരച്ചിലും. സമീപത്തുള്ള വീട്ടുകാർ അമ്പരപ്പോടെയാണ് ആ ശബ്ദവും പ്രകാശമൊക്കെ കാണുന്നത്. ആ വീടിന്റെ മേൽക്കൂര തകർത്തുകൊണ്ട് എന്തൊക്കെയോ തെറിക്കുകയാണ്. ഞെട്ടിപ്പോയ നാട്ടുകാർ ഓടി ആ വീടിന്റെ ഹാളിലേക്ക് വരുമ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. 3 ആളുകൾ അവിടെ ചിതറിക്കിടക്കുകയാണ്. അതിവേഗം അവരെ അവിടെ നിന്ന് ഒഡീഷയിലെ ഫട്നഗർ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഫട്നഗർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടേഴ്സ് ആ നിമിഷത്തിന് ഒരു കാര്യം അവരോട് പറഞ്ഞു: ആ മുത്തശ്ശി മരിച്ചു കഴിഞ്ഞു. സൗമ്യയ്ക്കും സൗമ്യയുടെ ഭാര്യയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ആ നിമിഷത്ത് തന്നെ വിവരമറിഞ്ഞ പോലീസ് സംഘം സൗമ്യയുടെ വീട്ടിലെത്തി. അവിടെ എത്തിയ പോലീസ് ശരിക്കും ഞെട്ടലോടുകൂടിയാണ് ആ വീടിന്റെ അവസ്ഥ കാണുന്നത്. ഒരു വൻ സ്ഫോടനമാണ് ആ മുൻവശത്തെ മുറിയിൽ നടന്നിരിക്കുന്നത്. മേൽക്കൂര തകർന്നു എന്ന് മാത്രമല്ല, ആ പാഴ്സല് തുറക്കാൻ ഉപയോഗിച്ച ടേബിള് ചെറു കഷ്ണങ്ങളായി ചിതറിയിരിക്കുകയാണ്. ഒരുപാട് ചില്ലുകൾ ആ മുറിയുടെ എല്ലാ ഭാഗത്തുമായി തറച്ചു കയറിയിട്ടുണ്ട്. രക്തം ആ മുറിയിൽ മുഴുവൻ തെറിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാംസ കഷ്ണങ്ങളും. അതിതീവ്ര ശേഷിയുള്ള ഒരു ബോംബാണ് അവിടെ പൊട്ടിയെന്ന് വ്യക്തമാണ്. പോലീസ് ആ വിഷ്വലിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും ഒക്കെ സ്ഥലത്തെത്തി. പൊട്ടിക്കാത്ത വേറെയും പാഴ്സലുകൾ അവിടെ ഉണ്ട്. ആ പാഴ്സലുകളിൽ ചിലതൊക്കെ ആ സ്ഫോടനത്തിന്റെ ഫലമായിട്ട് തകർന്നിട്ടുണ്ട്. പൊട്ടിക്കാത്ത പാഴ്സലുകളിൽ ബോംബുണ്ടോ എന്നറിയാനായി ബോംബ് മണത്ത് കണ്ടുപിടിക്കാൻ കഴിയുന്ന നായ്ക്കളെയാണ് ആദ്യം എത്തിച്ചത്. അവ അവിടെയൊക്കെ പരിശോധിച്ചു. ആ വീട്ടിൽ വേറെ ബോംബില്ല എന്ന് ഉറപ്പുവരുത്തിയതും ഫോറൻസിക് വിഭാഗം അവിടെയുള്ള തെളിവുകൾ ശേഖരിച്ചു തുടങ്ങി. ഈ സമയത്ത് അവിടെ ആ ഫട്നഗർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സൗമ്യയുടെ ബന്ധുക്കളുടെ കൂട്ടത്തിലേക്ക് അവന്റെ അമ്മയും എത്തിയിട്ടുണ്ട്. അവന്റെ അമ്മ എത്തിയതും സൗമ്യയും സൗമ്യയുടെ ഭാര്യയും അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇപ്പോ അവര് ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവരുടെ ട്രീറ്റ്മെന്റിന് ആവശ്യമായ ഫെസിലിറ്റീസ് ഇല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് സൗമ്യയെ ഷിഫ്റ്റ് ചെയ്യാൻ അവന്റെ അമ്മ തീരുമാനിച്ചത്. പക്ഷെ അടുത്തുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് സൗമ്യയെ ഷിഫ്റ്റ് ചെയ്തെങ്കിലും സൗമ്യ ആ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും മരിച്ചു കഴിഞ്ഞു. സൗമ്യയുടെ ഭാര്യയെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ അതിതീവ്ര പരിചരണ മുറിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ ആ കാര്യങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ ഫോറൻസിക് വിഭാഗം അവിടെ സൗമ്യയുടെ വീട്ടിൽ പൊട്ടിച്ചെതറിയ ആ ബോംബുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളായി ശേഖരിക്കുകയാണ്. അങ്ങനെ ശേഖരിച്ചു വന്നപ്പോഴാണ് അവർക്ക് ഒരു അഡ്രസ്സ് കിട്ടുന്നത്. ആ പാഴ്സലിൽ റായ്പൂരിന് സമീപത്തുള്ള ഒരു സ്ഥലത്തിന്റെ അഡ്രസ്സാണ് ഉള്ളത്. ആ പാഴ്സൽ അയച്ച വ്യക്തിയുടെ പേര് വളരെ വ്യക്തമായിട്ട് അതിനകത്തുണ്ട്: SK ശർമ്മ. ആ പാഴ്സൽ അയച്ചിരിക്കുന്ന കൊറിയർ ഏജൻസിയുടെ സീലും ഉണ്ട്. ആ സീലിന് ഒന്നും പറ്റിയിട്ടില്ല. അത് വായിച്ചെടുത്ത ഫോറൻസിക് വിഭാഗം ആ കാര്യം അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് ചെയ്തതും അന്വേഷണ സംഘം അവിടെ നിന്ന് അതിവേഗം റായ്പൂരിലേക്ക് തിരിച്ചു. ആരാ ആ SK ശർമ്മ എന്ന് അറിയുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. അന്വേഷണ സംഘത്തിലെ ഒരു ഭാഗം SK ശർമ്മയെ കണ്ടുപിടിക്കാനായി റായ്പൂരിലെ ആ കൊറിയർ ഏജൻസിയിലേക്ക് തിരിച്ചപ്പോൾ ഫോറൻസിക് വിഭാഗം പൊട്ടിത്തെറിച്ച ബോംബിന്റെ കഷ്ണങ്ങൾ ഒന്നൊന്നായി ശേഖരിച്ചു തുടങ്ങി.
നല്ല സ്ഫോടന ശേഷിയുള്ള ഒരു ബോംബാണ് ആ പാഴ്സലിനകത്ത് സ്ഥാപിച്ചിരുന്നത്. ആ സ്ഫോടനം നടക്കാൻ വേണ്ടി ബോംബ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. വെടിമരുന്ന് നന്നായി പ്രസ് ചെയ്തതിനു ശേഷം അതിന്റെ പുറത്ത് വളരെ ഇന്റലിജന്റ് ആയി നൂല് ചുറ്റിയിരിക്കുകയാണ്. ആ നൂല് ആ കവറുമായി കണക്റ്റഡ് ആണ്. ആ കവർ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നൂല് കട്ടാവുകയും സ്ഫോടനം നടക്കുകയും ചെയ്യും. ആ ശൈലിയിൽ വളരെ ബുദ്ധിപൂർവമായിട്ടാണ് ആ ബോംബ് ഒരുക്കിയിരുന്നത്. ഫോറൻസിക് വിഭാഗം അവർ കണ്ടെത്തിയ കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഏകദേശം എത്തിച്ചേർന്ന നിഗമനം അതാണ്. അവർ ആ കാര്യം അന്വേഷണ സംഘത്തോട് പറയുകയും ചെയ്തു. അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന ലോക്കൽ പോലീസ് ചുറ്റുമുള്ള ആളുകളോടും സൗമ്യയുടെ ബന്ധുക്കളോടൊക്കെ വിവാഹത്തെക്കുറിച്ചും അനുബന്ധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുകയാണ്. 2018 ഫെബ്രുവരി 18 സൗമ്യയുടെ വിവാഹം നടക്കുന്നത്. ആ വിവാഹവുമായി ബന്ധിപ്പിച്ച് വീഡിയോ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പോലീസ് ആ വീഡിയോ കളക്ട് ചെയ്തു. ആ വീഡിയോയിൽ ഒത്തിരിയേറെ ആളുകളെ കാണാം. ആ വീഡിയോയിൽ തലേദിവസത്തെ സൗമ്യയുടെ വീട്ടിലെ ചടങ്ങുകളും വിവാഹ ചടങ്ങുകളും അതിനുശേഷമുള്ള റിസപ്ഷനും ഒക്കെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. 5 ദിവസം കൊണ്ട് വീഡിയോ തയ്യാറാക്കി അവർക്ക് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും പോലീസിന് അത് വലിയ സഹായമായി. ആ വീഡിയോയിൽ കാണുന്ന വിഷ്വലുകളിൽ അസ്വാഭാവികമായ പെരുമാറ്റമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനായി ആ വിഷ്വലുകൾ വളരെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കി തുടങ്ങി. ഈ സമയത്ത് റായ്പൂരിലേക്ക് പോയ പോലീസ് ആ കൊറിയർ ഓഫീസിലെത്തി. ആ കൊറിയർ ഓഫീസിലെ ലെഡ്ജറിൽ ആ പാഴ്സൽ അയച്ച എസ് കെ ശർമ്മ അഡ്രസ് എഴുതിയിട്ടുണ്ട്. ആ അഡ്രസ് പോലീസ് കുറിച്ചെടുത്തു. അതോടൊപ്പം പോലീസ് അവിടെ തിരക്കിയത് CCTV വിഷ്വലുകളാണ്. അപ്പോഴാണ് ആ കൊറിയർ ഓഫീസിൽ നിന്ന് ആ കാര്യം പറയുന്നത്. അവിടെ CCTV ഇല്ല. ആ കൊറിയർ ഓഫീസിൽ മാത്രമല്ല, ആ ബിൽഡിംഗ് ഇരിക്കുന്ന ആ ഭാഗത്തൊന്നും തന്നെ CCTV വിഷ്വൽ ഇല്ല. CCTV വിഷ്വലുകൾ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കൊറിയർ ഓഫീസിൽ വന്ന് ഒരാള് എസ് കെ ശർമ്മ എന്ന പേരെഴുതി ആ പാഴ്സൽ അയച്ചിരിക്കുകയാണ്. ചില കൊറിയർ ഓഫീസുകളിലൊക്കെ ഇതുപോലുള്ള ബോംബൊക്കെ അയക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി സ്കാൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അവിടെ അത്തരൊരു സംവിധാനമില്ല. നമ്മുടെയൊക്കെ നാട്ടിലുള്ളതുപോലുള്ള ലോക്കൽ കൊറിയർ കളക്ഷൻ കേന്ദ്രമാണത്. ലോക്കൽ കൊറിയർ കേന്ദ്രങ്ങളിൽ ഒരു തരത്തിലുള്ള സ്കാൻ സംവിധാനങ്ങളോ അതുപോലെ CCTVകളോ കാണത്തില്ലല്ലോ. അങ്ങനെയുള്ള ഒരു സ്ഥലം കണ്ടെത്തി അവിടെ നിന്ന് പാഴ്സൽ അയച്ചിരിക്കുകയാണ്. അത് മനസ്സിലായതും പോലീസിന് ഒരു കാര്യം കൂടി ഉറപ്പായി. എസ് കെ ശർമ്മ എഴുതിയിരിക്കുന്ന അഡ്രസ്സ് എന്തായാലും വ്യാജമായിരിക്കും. വ്യാജമാണെങ്കിലും അല്ലെങ്കിലും ആ അഡ്രസ്സ് ഒന്ന് പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. ആ അഡ്രസ്സിൽ പറയുന്ന സ്ഥലം അവിടെ ആ റായ്പൂർ ടൗണിലുള്ള ഒരു അഡ്രസ്സാണ്. പോലീസ് അവിടെ എത്തിയപ്പോൾ അവിടെ അങ്ങനെ ഒരു എസ് കെ ശർമ്മയെ ഇല്ല. ഏതോ ഒരു അഡ്രസ്സ് ചുമ്മാ ആ മനുഷ്യൻ എഴുതി ചേർത്തതാണ്. ആരാ അങ്ങനെ എഴുതിയത്? ആള് എന്തിന് സൗമ്യയുടെ വീട്ടിലേക്ക് തന്നെ ആ സമ്മാനം അയക്കണം? ആ സമ്മാന പാഴ്സലിന്റെ മുകളിൽ എഴുതിയിരുന്ന ഒരു വാചകം കൂടി ഇപ്പൊ പോലീസിന് അറിയാം. എന്റെ ഹൃദയം നിറഞ്ഞ വിവാഹ ആശംസകൾ എന്നാണ് എഴുതിയിരുന്നത്. സൗമ്യയുടെ വിവാഹത്തിനുള്ള സമ്മാനം തന്നെയാണ് അപ്പൊ അയച്ചിരിക്കുന്നത്. ആരാണ് അത് അയച്ചത്? പോലീസ് ശരിക്കും ഇരുട്ടിൽ തപ്പിത്തുടങ്ങുന്നത് ആ നിമിഷം മുതലാണ്. ഇതിനിടയിൽ അവിടെ സൗമ്യയുടെ നാട്ടിൽ ലോക്കൽ പോലീസ് ആ എൻറ്റിയർ വീഡിയോ പരിശോധിക്കുകയാണ്. ആ വീഡിയോയ്ക്ക് പുറമെ അന്ന് വിവാഹത്തിൽ പങ്കെടുത്ത അനവധി ആളുകൾ എടുത്ത ചെറിയ വിഷ്വലുകൾ മൊബൈൽ ക്യാമറകളിലുണ്ട്. അതുമൊക്കെ പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം അവിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അതുമൊക്കെ പരിശോധിച്ചു. അസ്വാഭാവികമായി പെരുമാറുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള പോലീസിന്റെ ആ അന്വേഷണം 2 ദിവസം കഴിഞ്ഞിട്ടും എങ്ങും എത്തുന്നില്ല എന്നതായി സ്ഥിതി. സ്വാഭാവികമായിട്ടും ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ അതൃപ്തി സൗമ്യയുടെ അമ്മ പ്രകടിപ്പിച്ചു തുടങ്ങി. അവര് ശക്തമായി ഇടപെട്ടതും അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് ടീമിന്റെ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത് അരുൺ ബോത്ര IPS ആണ്. അദ്ദേഹം അന്വേഷണ ചുമതല ഏറ്റെടുത്തോടുകൂടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ അന്വേഷണ സംഘത്തിൽ നേരത്തെ ലോക്കൽ പോലീസിന് വേണ്ടി അന്വേഷണം നടത്തിയ ആളുകളെ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അവരുടെ കണ്ടെത്തലുകൾ അതാണ് ആദ്യം അദ്ദേഹത്തിന് അറിയേണ്ടത്. ലോക്കൽ പോലീസ്, ഫോറൻസിക് വിഭാഗം, അതുപോലെ റായ്പൂരിൽ പോയ ആ പോലീസ് സംഘം അവരൊക്കെ അവരെ കണ്ട കാര്യങ്ങൾ അരുണിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്തു. ലോക്കൽ പോലീസും ഫോറൻസിക് വിഭാഗവും അവരവരുടെ കണ്ടെത്തലുകൾ ഭംഗിയായി പ്രസന്റ് ചെയ്തപ്പോൾ അരുൺ ബോത്രയ്ക്കും ടീമിനും ഒരു കാര്യം ഉറപ്പായി. ശരിക്കും വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നടന്നിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ഫെബ്രുവരി 20 ആ പാഴ്സൽ സൗമ്യയുടെ വീട്ടിലെത്തിയത്. ആ പാഴ്സൽ സൗമ്യയുടെ വീട്ടിൽ എത്തിക്കാനായിട്ട് ആ പാഴ്സൽ അയച്ച വ്യക്തി വല്ലാത്തൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും അയാളെ ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടി CCTVയോ സ്കാനിങ് സംവിധാനമോ ഇല്ലാത്ത ഒരു കൊറിയർ ഓഫീസ് കണ്ടെത്തി അവിടെ നിന്നാണ് ആ പാഴ്സൽ അയച്ചിരിക്കുന്നത്. വ്യാജ അഡ്രസ്സ് പോലും റായ്പൂരിലെയാണ്.
സംഭവ സ്ഥലത്ത് നിന്ന് 250 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലം മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണ്. വളരെ മെറ്റിക്കുലസ്ലി പ്ലാൻഡ് എന്നൊക്കെ പറയുമ്പോലുള്ള ഒരു പ്ലാനിങ് ആണ് നടന്നിരിക്കുന്നത്. അരുൺ ബോത്ര IPS തന്റെ ടീമുകളോട് അവരുടെ നിഗമനം ചോദിച്ചു. ആരായിരിക്കാം ഈ സംഭവത്തിന് പിന്നിൽ? എന്തായിരിക്കാം മോട്ടീവ്? ഇതിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം കിട്ടിയാൽ ബാക്കിയൊക്കെ എളുപ്പമാണ്. പക്ഷെ അന്വേഷണ സംഘത്തിനോ നേരത്തെ അന്വേഷിച്ചവർക്കോ ഫോറൻസിക്കാർക്കോ അതിന്റെ ഉത്തരം പറയാൻ പറ്റുന്നില്ല. മോട്ടീവും അറിയത്തില്ല, അതുപോലെ ആരാണെന്നും അറിയത്തില്ല. മോട്ടീവ് സിമ്പിളായി പറഞ്ഞാൽ സൗമ്യയെ കൊല്ലുക എന്നുള്ളതാണ്. അമ്മൂമ്മയെ കൊല്ലാൻ വേണ്ടി എന്തായാലും ബോംബ് അയക്കാൻ ഒരു സാധ്യമില്ല. സൗമ്യയെ കൊല്ലാൻ തീരുമാനിച്ച വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും സൗമ്യ ഒരു എതിരാളി ആയിരിക്കണം. സൗമ്യയ്ക്ക് ആരെങ്കിലും എതിരാളി ഉണ്ടാവൂ? ആ തരത്തിലുള്ള ഒരു അന്വേഷണം അരുൺ ബോത്രയും സംഘവും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സൗമ്യയ്ക്ക് എതിരാളികളായി ഉണ്ടാകാൻ സാധ്യതയുള്ളത് പ്രൊഫഷനുമായി ബന്ധപ്പെട്ടാണ്. സൗമ്യയുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു എതിരാളിയും സൗമ്യക്കില്ല. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് എതിരാളികൾ ഉണ്ടോ നോക്കിയപ്പോൾ അതുമില്ല. കോളേജ് ലൈഫിൽ പ്രണയവുമായി ബന്ധപ്പെട്ട അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയപ്പോൾ അതുമില്ല. സൗമ്യയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടോ നോക്കിയപ്പോൾ അതുമില്ല. സകല മേഖലയിലും പോലീസ് ഒരു അന്വേഷണം നടത്തി നോക്കിയെങ്കിലും സൗമ്യയെ കൊല്ലണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരാളെയും കിട്ടാതെ പോലീസ് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പോലീസിന് ഒരു കത്ത് കിട്ടുന്നത്. അരുൺ ബോത്ര IPSന്റെ മുന്നിലേക്ക് ആ കത്ത് വന്നു. അതൊരു ഊമക്കത്താണ്. ആ ഊമക്കത്തിൽ സൗമ്യയുടെ കൊലപാതകത്തിന്റെ കാരണം സൂചിപ്പിച്ചിട്ടുണ്ട്. സൗമ്യയ്ക്ക് കുറച്ച് പണമിടപാടുണ്ടായിരുന്നു. സൗമ്യ ആ പണം വാങ്ങിച്ച ആളുകൾക്ക് സമയത്ത് തിരിച്ചു കൊടുക്കാതെ ആ ആളുകളെ പറ്റിച്ചതുകൊണ്ട് സൗമ്യയുമായി പണമിടപാടുണ്ടായിരുന്ന 3 ആളുകൾ വളരെ വിദഗ്ധമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു സ്ഫോടനമാണ് നടന്നിരിക്കുന്നതെന്നാണ് കത്തിൽ സൂചിപ്പിക്കുന്നത്. അരുണ് ആ കത്തെഴുതിയിരിക്കുന്ന ആളുടെ പേര് ആ കത്തിന്റെ അടിയിലുണ്ട്, SK സിൻഹ. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഇടിച്ചു നിൽക്കുമ്പോഴാണ് അവർക്ക് ആ കത്ത് കിട്ടിയത്. സൗമ്യയുമായി പണമിടപാടുള്ള ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നം സോൾവ് ആവും. സൗമ്യയുമായി പണമിടപാട് നടത്തിയത് ആരൊക്കെയെന്ന് അറിയാനായിട്ട് പോലീസിന്റെ ഒരു സംഘം സൗമ്യയുടെ മാതാവിനെ സമീപിച്ചു. അവരെ സമീപിച്ച പോലീസ് സംഘത്തോട് സൗമ്യയുടെ മാതാവ് ഒരു കാര്യം തീർത്തു പറഞ്ഞു. സൗമ്യ ഒരു തരത്തിലുള്ള പണമിടപാട് ആക്ടിവിറ്റിയിലും ഇടപെട്ടിട്ടില്ല. അതവർക്ക് 100% ഉറപ്പാണ്. പോലീസ് സംഘം സൗമ്യയുടെ അമ്മയോട് വിവരങ്ങൾ ശേഖരിക്കുന്ന സമയത്ത് തന്റെ മുന്നിലുള്ള കത്തിലൂടെ ഒന്നുകൂടി കടന്നു പോവുകയാണ് അരുൺ ബോത്ര IPS. അയാളെ കത്ത് 2-3 ആവർത്തി വായിച്ചു. മനോഹരമായ കൈപ്പടയിലാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, ആ കത്ത് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. ആ ഇംഗ്ലീഷിന് ശരിക്കൊരു നല്ല ഭംഗിയുണ്ട്. ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഇല്ലാതെ നല്ല ഒഴുക്കൻ ഭാഷയിൽ കത്ത് എഴുതിയിരിക്കുകയാണ്. നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ആ കത്ത് എഴുതിയിരിക്കുന്നതെന്ന് ആ കത്ത് വായിച്ച നിമിഷത്തിനെ അരുൺ ബോത്രയ്ക്ക് തോന്നിയതാണ്. അപ്പോഴാണ് അദ്ദേഹം ആ കത്തിന്റെ അടിയിലെ ആ പേര് ഒരിക്കൽ കൂടി വായിച്ചത്, SK സിൻഹ. SK സിൻഹ ആരായി SK സിൻഹ? അങ്ങനെ 2-3 തവണ ആ ചോദ്യം മനസ്സിൽ അരുൺ ബോത്ര ചോദിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. ബോംബ് അയച്ച ആ പാഴ്സലിൽ അവര് കണ്ട അഡ്രസ്സിൽ ഒരു പേരുണ്ടായിരുന്നു. അത് ഒരു SK ശർമ്മയാണ്. SK ശർമ്മ, SK സിൻഹ രണ്ടും തമ്മിൽ വല്ലാത്തൊരു സാമ്യം. അങ്ങനെ തോന്നിയതും SK ശർമ്മ എന്ന അഡ്രസ് എഴുതിയിരുന്ന ആ പേപ്പർ അരുൺ ബോത്ര IPS എടുപ്പിച്ചു. ആ പേപ്പറും ഇപ്പോൾ ഉള്ള എഴുത്തിലെ ആ പേപ്പറും അദ്ദേഹത്തിന് മേശപ്പുറത്തായി. അരുൺ ബോത്ര IPS ആ 2 അഡ്രസ്സിലേക്ക് നോക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളെ അവിടെ വിളിച്ചു വരുത്തി. ആ 2 അഡ്രസ്സും അവിടെയുള്ള വലിയ സ്ക്രീനിൽ ഒന്ന് പ്രൊജക്ട് ചെയ്തു. ഈ സമയത്ത് സൗമ്യയുടെ മാതാവിനോട് സംസാരിക്കാൻ പോയ സംഘവും തിരിച്ചെത്തി. അവരും അരുൺ ബോത്രയുടെ ആ മീറ്റിംഗിന്റെ ഭാഗമായി. വലിയ സ്ക്രീനിൽ ആ 2 പേരുകളും അങ്ങനെ സൂം ചെയ്ത് കാണിച്ചപ്പോൾ സകല ആളുകൾക്കും ആ പേരുകളിലെ സാമ്യം മാത്രമല്ല, ആ പേരുകളിലെ എഴുത്തിന്റെ സാമ്യം കൂടി അറിയാതെ മനസ്സിലാവുകയാണ്. ശരിക്കും വല്ലാത്തൊരു സ്ട്രൈക്കിംഗ് ഉണ്ട് ആ 2 പേരിനും തമ്മിൽ. SK ശർമ്മ എന്ന് എഴുതിയിരിക്കുന്നതും SK സിൻഹ എന്ന് എഴുതിയിരിക്കുന്നതും ഒരേ ആളാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ഒരു സാധാരണ കുട്ടിക്ക് പോലും ആ സാമ്യം തിരിച്ചറിയാൻ പറ്റും. അരുൺ ആ എഴുത്തും അതുപോലെ അഡ്രസ്സും പൂർണ്ണമായിട്ടും അവിടെ ഒന്നുകൂടി കാണിച്ചു. ആ എഴുത്തിലേക്കും അഡ്രസ്സിലേക്കും വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറപ്പിച്ച് അരുണിനോട് പറഞ്ഞു, സാർ ഇത് രണ്ടും ഒരാൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പാഴ്സൽ അയച്ച വ്യക്തി തന്നെ ഇവിടെ ഇതാ കത്തയച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പാഴ്സൽ അയച്ച വ്യക്തിക്ക് ഒരു ലക്ഷ്യമുണ്ട്, അന്വേഷണത്തെ വഴിതെറ്റിക്കുക എന്ന ലക്ഷ്യം. അങ്ങനെ തോന്നിയതും അരുൺ അന്വേഷണ സംഘത്തിലെ ഒരു ടീമിനോട് റായ്പൂരിലേക്ക് ഒന്നുകൂടി പോയിട്ട് അവിടെയുള്ള ആ കൊറിയർ ഓഫീസിലെ ലെഡ്ജറിന്റെ കോപ്പി എടുക്കാൻ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ റായ്പൂരിലേക്ക് ആ സംഘം പോകുന്നു. അവിടെ നിന്ന് ആ സംഘം ആ
കോപ്പിയുമായി എത്തി. പിറ്റേന്ന് വീണ്ടും അന്വേഷണ സംഘം ഒന്നിച്ചുകൂടി. റായ്പൂരിലെ ആ കൊറിയർ ഓഫീസിൽ എസ് കെ ശർമ്മ എന്ന പേരിൽ എഴുതിയിരിക്കുന്ന ആ അഡ്രസ്സും പാഴ്സലിലെ എസ് കെ ശർമ്മയുടെ പേരെഴുതിയിരിക്കുന്ന ആ അഡ്രസ്സും കത്ത് എഴുതിയിരിക്കുന്നതും മൂന്നും വീണ്ടും ഒരുമിച്ച് പ്രദർശിപ്പിച്ചപ്പോൾ എല്ലാവർക്കും ആ കാര്യം ബോധ്യമായി. ആ മൂന്നും ഒരാളുടെ കൈയക്ഷരമാണ്. ആ കൈയക്ഷരം ആരുടേതാണോ അയാളാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റിയുടെ പിന്നിലുള്ളത്. അത് 100% ഉറപ്പാണ്. ആ ധാരണ ഉറച്ചതും ആ കൈയക്ഷരത്തിന്റെ ഉടമയെ കണ്ടുപിടിക്കാനുള്ള യത്നത്തിലേക്ക് പോലീസിന് കടക്കണം. ആ കൈയക്ഷരത്തിന്റെ ഉടമയെ കണ്ടുപിടിക്കാനായി ഇറങ്ങുന്നതിന് മുന്നേ അരുണിനും ടീമിനും തോന്നിയിരിക്കുന്ന ആ സാമ്യം യഥാർത്ഥത്തിൽ വാസ്തവമാണോ എന്ന് തിരിച്ചറിയണമല്ലോ. അതിനുവേണ്ടി വിദഗ്ധരുടെ അടുത്തേക്ക് ആ 3 രേഖകളും അയച്ചു. കൊറിയർ ഓഫീസിൽ നിന്നുള്ള ആ ലെഡ്ജറിന്റെ കോപ്പിയും പൊട്ടിത്തെറിച്ച പാഴ്സലിന്റെ ഭാഗമായിരുന്ന അഡ്രസ്സും കത്തും. വിദഗ്ധരുടെ മറുപടി അതിവേഗം പോലീസിന് കിട്ടി. അത് 3ഉം ഒരേ വ്യക്തിയുടെ തന്നെയാണ്. ഇപ്പോ ഒരു കാര്യം വ്യക്തമാണ്, ആ കത്ത് എഴുതിയ വ്യക്തി തന്നെയാണ് റായ്പൂരിൽ നിന്ന് ആ പാഴ്സൽ അയച്ചിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം ഈ സൗമ്യയുടെ വീടുമായി അതിന്റെ ചുറ്റുപാടുമായി ആ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ റായ്പൂരിൽ വളരെ കുറച്ച് അന്വേഷണം മാത്രമേ അവർ നടത്തിയിട്ടുള്ളൂ. റായ്പൂരിലുള്ള എസ് കെ ശർമ്മ അഥവാ എസ് കെ സിൻഹ എങ്ങനെ ഈ പറഞ്ഞ സൗമ്യമായി ഉടക്കിലായി, അല്ലെങ്കിൽ സൗമ്യ വധിക്കാൻ വേണ്ടി അങ്ങനെ ഒരാൾ തീരുമാനിക്കുന്ന എന്താണ് കാരണം? അവിടെ പോയി എസ് കെ ശർമ്മയെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. റായ്പൂർ വലിയൊരു പട്ടണമാണ്. റായ്പൂർ പട്ടണം മുഴുവൻ അരിച്ചു പറക്കി ആ കൈയക്ഷര പരിശോധന നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ളത് അത് പ്രതിയുടെ ശ്രദ്ധയപ്പെടുക എന്നുള്ളതാണ്. പ്രതി മുങ്ങും. അത് സംഭവിക്കാതിരിക്കുകയും വേണം. അതിനെക്കുറിച്ച് അന്വേഷണ സംഘം ആലോചിക്കുമ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥൻ അരുണിനോട് പറഞ്ഞത്, സർ, ഈ വിവാഹത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണല്ലോ ബോംബ് അയച്ചിരിക്കുന്നത്. സർ, ഈ വിവാഹത്തെക്കുറിച്ച് അറിയാവുന്നത് എന്തായാലും സ്വാമിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട ആളുകൾക്കുമല്ലേ? റായ്പൂരിൽ അവർക്ക് ഏതെങ്കിലും ബന്ധുക്കളുണ്ടോ എന്ന്, അല്ലെങ്കിൽ പരിചയക്കാരുണ്ടോ എന്ന് അറിഞ്ഞിട്ട് നമുക്ക് അവിടെ സെർച്ച് ചെയ്താൽ പോരെ? അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചതും അരുൺ അത് സമ്മതിച്ചു. അരുണിന്റെ ടീമും ആ എഴുത്തുകളുമായി നേരെ എത്തിയത് സൗമ്യയുടെ വീട്ടിലാണ്. ശരിക്കും സൗമ്യയുടെ മാതാവ് ഉൾപ്പെടെയുള്ള എല്ലാവരും ആകെ തകർന്നു നിൽക്കുന്ന സമയത്താണ് പോലീസ് അവിടെ വീണ്ടും എത്തുന്നത്. അവരുടെ മകന്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 ദിവസമായപ്പോഴാണ് അവൻ കൊല്ലപ്പെട്ടത്. മരുമകൾ ഇപ്പോഴും അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലാണ്. സൗമ്യയുടെ ഗ്രാൻഡ്മയും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സൗമ്യയുടെ വീട്ടിൽ സകല സ്ഥലത്തുള്ള ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ദുഃഖത്തിലാണ്. ശരിക്കും ദുഃഖം ഘനീഭവിച്ച് നിൽക്കുന്ന ആ വീട്ടിലേക്കാണ് അരുൺ എത്തുന്നത്. അരുണിനെ കണ്ടതും വിദ്യാസമ്പന്നയായ ആ സ്ത്രീ എസ് പിയുടെ അടുത്തേക്ക് വന്നു. അന്വേഷണം നടക്കുന്ന കാര്യം അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവര് തന്റെ സങ്കടം മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് എസ് പിയോട് സംസാരിച്ചു തുടങ്ങി. എസ് പി ആ ലേഡിയോട് പറഞ്ഞു, മാഡം, ഒരു കാര്യം ചോദിക്കാനാണ് ഞങ്ങൾ ഇവിടെ വരെ വന്നത്. മാഡത്തിന് ഈ കാണുന്ന കൈയക്ഷരം ആരുടേതാണെന്ന് പറയാൻ പറ്റൂ? അങ്ങനെ ചോദിച്ചതിന് ശേഷം ആ എഴുത്തിലെയും പാഴ്സലിലെയും അതുപോലെ ആ റായ്പൂരിലെ കൊറിയർ ഓഫീസിലെയും പേജുകൾ തന്റെ മൊബൈലിൽ അരുൺ ആ ലേഡിയെ കാണിച്ചു. സൗമ്യയുടെ അമ്മ അരുണിന്റെ മൊബൈലിൽ കണ്ട ആ ലെറ്ററിലേക്ക് സസൂക്ഷ്മം അല്പനേരം നോക്കി നിന്നുപോയി. അവർ പിന്നെ നോക്കിയാണ്. അവർ അരുണിനോട് പറഞ്ഞു, സർ, ഈ കൈയക്ഷരം എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ ശരിക്കും കണ്ടിട്ടുള്ള ഒരു കൈയക്ഷരമാണിത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നിർണായകമായ ഒരു നിമിഷമാണത്. റായ്പൂർ മുഴുവൻ അരിച്ചു പറക്കുന്നതിനെ കുറിച്ച് ഒരാലോചിച്ചിരിക്കുമ്പോഴാണ് 250 കിലോമീറ്റർ മാറിയുള്ള ഈ സ്ഥലത്ത് സൗമ്യയുടെ അമ്മ ആ കൈയക്ഷരം തിരിച്ചറിയുന്നത്. സൗമ്യയുടെ അമ്മ ജ്യോതി വികാസ് കോളേജിലെ പ്രിൻസിപ്പളാണ്. അവർക്ക് നല്ല പരിചയമുള്ള കൈയക്ഷരമാണ് ആ മൊബൈൽ കാണുന്നതെന്ന് ആ ലേഡി പറഞ്ഞതോടുകൂടി അരുണിൻ്റെയും ടീമിൻ്റെയും ആത്മവിശ്വാസം ശരിക്കും അങ്ങ് വർദ്ധിച്ചു. ഹിസ്റ്ററി അധ്യാപികയായ സഞ്ജിത്ത സാഹു ആ കൈയക്ഷരം തനിക്ക് പരിചയമുള്ള ആരുടേതാണെന്ന് പറഞ്ഞതും അരുൺ സഞ്ജിത്തയോട് ചോദിച്ചു, മാഡം, ആരുടേതാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? സാർ, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ലെങ്കിലും എനിക്ക് നല്ല പരിചയമുള്ള ആരുടെയോ കൈയക്ഷരമാണെന്ന് ഉറപ്പാണ്. മാഡം, ഈ കൈയക്ഷരം എവിടെയാണ് കണ്ടിട്ടുള്ളതെന്ന് അറിയാവോ? അങ്ങനെ എസ് പി ചോദിച്ചതും പെട്ടെന്ന് അവരുടെ മുഖത്ത് ഒരു തെളിച്ചം വന്നു. സർ, ഉറപ്പായി ഇത് കോളേജുമായി ബന്ധമുള്ള ആരുടെയോ കൈയക്ഷരമാണ്. കോളേജ് പ്രിൻസിപ്പളായ അവർക്ക് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പോലീസിന്റെ അന്വേഷണം ശരിക്കും ചുരുക്കപ്പെടുകയാണ്. അവർ വർക്ക് ചെയ്യുന്ന കോളേജുമായി ബന്ധമുള്ള ആരുടെയോ കൈയക്ഷരമാണ് അതെന്ന് പ്രിൻസിപ്പൽ സഞ്ജുക്ത തിരിച്ചറിഞ്ഞതോടുകൂടി പോലീസ് ആ കോളേജിലുള്ള ആളുകളുടെ
കൈയക്ഷരം പരിശോധിക്കുന്നതിനെ കുറിച്ച് ആലോചന തുടങ്ങി. കോളേജിൽ ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്. ആ സ്റ്റുഡൻസിന്റെ കൈയക്ഷരമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ മുഴുവൻ വിളിച്ചു വരുത്തേണ്ടി വരും. അതിനെക്കുറിച്ച് അരുൺ ആലോചിക്കുമ്പോൾ കോളേജ് പ്രിൻസിപ്പൽ സഞ്ജുക്ത സാഹു SP അരുണിനോട് പറഞ്ഞു, സർ, ഇത് എൻ്റെ കോളേജിലെ ഏതോ സ്റ്റാഫിൻ്റെ കൈയക്ഷരമാണ്. ഞാൻ സ്ഥിരമായി ഈ കൈയക്ഷരം കാണുന്നുണ്ട്. കോളേജ് പ്രിൻസിപ്പൽ എന്ന നിലയിൽ അവിടെ മുന്നിലേക്ക് അനവധി ലെറ്റേഴ്സ് എത്താറുണ്ട്. പല ലെക്ചേഴ്സും പ്രൊഫസേഴ്സും അതുപോലെ സ്റ്റാഫ് അംഗങ്ങളും തയ്യാറാക്കുന്ന പേപ്പറുകൾ അവർ പരിശോധിക്കാറുണ്ട്. അങ്ങനെ അവരുടെ മുന്നിലെത്തുന്ന ആ പേപ്പറുകളിൽ അവരെ കണ്ട ഏതോ ഒരു കൈയക്ഷരമാണ് അതെന്ന് ആ പ്രിൻസിപ്പലിന് ഉറപ്പാണ്. കൊല്ലപ്പെട്ട സൗമ്യ ശേഖറിന്റെ മാതാവ് കൂടിയായ അവർ അക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞതും കോളേജിലെ സ്റ്റാഫുകളുടെയും പ്രൊഫസർമാരുടെയും ലെക്ചർമാരുടെയും കൈയക്ഷരം പരിശോധിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് അരുണും ടീമും കടന്നു. തന്റെ മനസ്സിലെ ആ തീരുമാനം അരുണ് സൗമ്യയുടെ അമ്മയോട് പറയുകയും ചെയ്തു. അവർ പ്രിൻസിപ്പളായിരിക്കുന്ന കോളേജിലെ സ്റ്റാഫുകളുടെ കൈയക്ഷരമാണ് പരിശോധിക്കേണ്ടത്. പരിശോധിക്കുന്നതോ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ടുമാണ്. അത് ശരിക്കും പ്രശ്നമുണ്ടാക്കുന്ന ഒരു പരിശോധനയാണ്. ആ കൊലക്കേസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആ കോളേജിൽ ഉണ്ടെങ്കിൽ അവരറിയാതെ വേണം പരിശോധന നടക്കാൻ. അതിനുവേണ്ടി വളരെ ഇൻ്റലിജൻ്റായ എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിക്കണം. അത് എങ്ങനെ ആവിഷ്കരിക്കാമെന്നുള്ള ഒരു ചർച്ചയിലേക്ക് അരുണും സൗമ്യയുടെ മാധവും കടന്നു. അവർക്കൊപ്പം ആ അന്വേഷണ സംഘം ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട്. ശരിക്കും ആ സംഭാഷണം നടക്കുമ്പോൾ ആ വീട്ടിൽ വേറെയും ഒരുപാട് ആളുകളുണ്ട്. അവരാരും നടക്കുന്ന അന്വേഷണത്തിന്റെ ഗതി അറിയാനും പാടില്ല. ന്യൂസ് ലീക്കായാൽ കൊലപാതകം നടത്തിയ വ്യക്തി രക്ഷപ്പെടാനുള്ള സർവ്വസാധ്യതയുണ്ട്. പലതരത്തിലുള്ള ആലോചനകളാണ് അവിടെ നടന്നത്. കോളേജിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി ഒരു എഴുത്തു പരീക്ഷ പോലെ എന്തെങ്കിലും വെക്കണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് എഴുതിപ്പിക്കണം. അങ്ങനെ പക്ഷെ പെട്ടെന്ന് ചെയ്താൽ ഒരു സംശയം ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അതും അവിടെ ചർച്ച ചെയ്യപ്പെട്ടതും സൗമ്യയുടെ മാധവ് SP അരുണിനോട് പറഞ്ഞു, സർ, അവരെല്ലാവരും എഴുതിയ ചില രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. സർ, കോളേജിലെ എല്ലാ ആളുകളും അതാത് വർഷം ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. സ്വന്തം കൈപ്പടയിൽ എഴുതുന്ന പ്ലാനുകൾ എല്ലാ അക്കാഡമിക് ഇയറിൻ്റെ തുടക്കത്തിലും പരിശോധനയ്ക്കായി എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരും. അടുത്ത വർഷത്തേക്കുള്ള പ്ലാനുകൾ ഈ ഫെബ്രുവരിയിലാണ് തയ്യാറാക്കപ്പെട്ടത്. അത് ഇപ്പോൾ എൻ്റെ മേശപ്പുറത്തുണ്ട്. പ്രൊഫസേഴ്സിൻ്റെയും ലെക്ചേഴ്സിൻ്റെയും അക്കാഡമിക് സ്റ്റാഫുകളുടെയും കൈയക്ഷരം പരിശോധിക്കാനുള്ള ഒരു എളുപ്പമാർഗം അങ്ങനെ പ്രിൻസിപ്പൽ പോലീസിന് മുന്നിൽ അവതരിപ്പിച്ചു. അവരാരുമല്ല കുറ്റവാളികളെങ്കിൽ പിന്നീട് ബാക്കിയുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫിലേക്ക് കടന്നാൽ മതി. അങ്ങനെ ഒരു ധാരണ ഉണ്ടായതും പ്രിൻസിപ്പൽ സഞ്ജുക്ത സാഹുവിൻ്റെ ആ മുറിയിലേക്ക് പോലീസ് സംഘത്തെ അയക്കാനുള്ള ഒരു ധാരണയായി. പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് അങ്ങനെ എളുപ്പം പോലീസിന് കടക്കാനും പറ്റില്ല. അതിൻ്റെതായ ചില പ്രൊസീജിയർ വേണം. എന്തായാലും പോലീസ് സംഘം സംയുക്തയ്ക്കൊപ്പം തന്നെ അവരുടെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് തിരിച്ചു. കോളേജിൽ ആ സംഘം വരുമ്പോൾ അന്ന് കോളേജ് വർക്കിംഗ് ഡേ ആണ്. ധാരാളം കുട്ടികളും അധ്യാപകരും ഒക്കെ അവിടെ ഉണ്ട്. പ്രിൻസിപ്പലിനൊപ്പം SP അരുണും 2 ഉദ്യോഗസ്ഥരും കോളേജിനകത്തേക്ക് കടന്നു. പ്രിൻസിപ്പലിനൊപ്പം ആ സംഘം നടന്നു വരുമ്പോൾ എല്ലാവർക്കും ആ വിഷയം അറിയാം. പ്രിൻസിപ്പളുടെ മകനും അമ്മയും കൊല്ലപ്പെട്ട വിഷയം, അവരുടെ വീട്ടിൽ നിന്ന് സ്ഫോടനം അറിയാം. അവർക്കൊക്കെ മറ്റൊരു കാര്യം കൂടി അറിയാം. ആ മരണം നടന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പ്രിൻസിപ്പൽ കോളേജിലേക്ക് വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും നിശബ്ദരായി പ്രിൻസിപ്പൽ അങ്ങ് നോക്കി നിൽക്കുമ്പോൾ പ്രിൻസിപ്പളും സംഘവും അവരുടെ മുറിയിലേക്ക് പ്രവേശിച്ചു. മുറിയിലേക്ക് പ്രവേശിച്ച സംയുക്ത അധിക സമയം കഴിയുമ്പോൾ ആ റെക്കോർഡുകൾ അരുണിന്റെ മുമ്പിലേക്ക് നീക്കിവെച്ചു. അരുണിന്റെ മുന്നിലേക്ക് നീക്കിവെച്ച ആ റെക്കോർഡുകൾ അരുൺ നോക്കുമ്പോൾ കൂടെ സംയുക്ത നോക്കി തുടങ്ങിയാണ്. ഏതാണ്ട് 2-3 റെക്കോർഡുകൾ നോക്കിയപ്പോൾ തന്നെ സംയുക്ത ഒരു റെക്കോർഡ് അവിടെ എടുത്തു വെച്ചു. സർ, ഈ കൈയക്ഷരം നോക്കി. അരുണിന്റെ മൊബൈലിലെ കൈയക്ഷരവും ആ റെക്കോർഡിലെ കൈയക്ഷരവും ശരിക്കും സാമ്യമുണ്ടെന്ന് കണ്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ സംയുക്ത ആ റെക്കോർഡിൻ്റെ ഉടമയുടെ പേരിലേക്ക് നോക്കുന്നത്. അത് കണ്ടതും അവരുടെ മുഖം ഒന്ന് വിളറി. ഏയ് സംയുക്ത, എന്തു പറ്റി? സർ, ഇത് മുൻ പ്രിൻസിപ്പൽ പുഞ്ചലാൽ മേഹ്റയുടെ കൈയക്ഷരമാണ്. മുൻ പ്രിൻസിപ്പളോ? അതെ സർ, എനിക്ക് മുമ്പ് പുഞ്ചലാൽ സാറായിരുന്നു ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ. അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് മാനേജ്മെൻറ്റ് എന്നെ പ്രിൻസിപ്പളാക്കിയത്.
എപ്പോഴാ നിങ്ങൾ പ്രിൻസിപ്പളായത്? സർ, ഞാൻ പ്രിൻസിപ്പളാകുന്നത് 2014 അതുവരെ പുഞ്ചിലാൽ സാറായിരുന്നു പ്രിൻസിപ്പൾ. അദ്ദേഹം ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സർ, അദ്ദേഹം ഇവിടുത്തെ ലീഡിംഗ് ഇംഗ്ലീഷ് പ്രൊഫസറാണ്. ഇംഗ്ലീഷിൽ നല്ല അറിവുള്ള, നല്ല സ്കില്ലുള്ള ഒരാളാണ് കത്ത് എഴുതിയതെന്ന് ആ കത്ത് വായിച്ചപ്പോഴേ SP അരുണിന് തോന്നിയതാണ്. ആ സംശയം ഇതാ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ആ കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസർ പുഞ്ചിലാൽ മെഹറാണ് ആ കത്തെഴുതിയെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. ഇനി പുഞ്ചിലാൽ മെഹറിനെ ചോദ്യം ചെയ്യണം. പുഞ്ചിലാൽ മെഹറെ ചോദ്യം ചെയ്യുന്നതിന് മുന്നേ കുറെ തയ്യാറെടുപ്പുകൾ വേണം. ആ തയ്യാറെടുപ്പുകൾ ഇതുവരെയും പോലീസ് നടത്താത്ത തയ്യാറെടുപ്പുകളാണ്. പുഞ്ചിലാൽ മെഹ്റയെ കുറിച്ച് അവർക്ക് ഒരു സംശയമില്ലാതിരുന്നുകൊണ്ട് തന്നെ പുഞ്ചിലാൽ മെഹ്റയുമായി ബന്ധപ്പെട്ട് അവർ ഒരു കാര്യവും ഇതുവരെ തിരക്കിയിരുന്നില്ല. ഈ ക്രൈം നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പുഞ്ചിലാൽ മെഹ്റയുടെ ആക്ടിവിറ്റിയാണ് പോലീസിന് വിലയിരുത്തേണ്ടത്. SP ഉടൻ തന്നെ സൈബർ സെല്ലിന് നിർദ്ദേശം കൊടുത്തു. പ്രിൻസിപ്പളുടെ മുറിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ SP ഒരു കാര്യം കൂടി ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അത് ആ കോളേജിലെ സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ നിലവാരമാണ്. പ്രത്യേകിച്ച് പുഞ്ചിലാൽ മെഹറിന്റെ. 2018 ഫെബ്രുവരി 18 പ്രിൻസിപ്പളുടെ മകന്റെ വിവാഹം. 20-ാം തീയതിയാണ് ആ പാഴ്സൽ സൗമ്യയുടെ വീട്ടിൽ കിട്ടുന്നത്. 23-നാണ് സ്ഫോടനം നടക്കുന്നത്. 18-ാം തീയതി വിവാഹം കഴിഞ്ഞ സൗമ്യയ്ക്ക് 20-ാം തീയതി ആ പാഴ്സൽ കിട്ടണമെങ്കിൽ റായ്പൂരിൽ നിന്ന് ആ പാഴ്സൽ ഏതാണ്ട് സമാന ദിവസങ്ങൾ അയക്കണം. പുഞ്ചിലാലാണ് ആ പാഴ്സൽ അയച്ചെങ്കിൽ അയാൾ ലീവ് എടുത്ത് റായ്പൂർ വരെ പോകണം. ലീവ് എടുത്ത് അയാൾ റായ്പൂരിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു നല്ല തെളിവാകും. അതറിയാൻ വേണ്ടിയാണ് അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിച്ചത്. പക്ഷെ ആ ദിവസങ്ങളിലൊന്നും ഈ പുഞ്ചിലാൽ മെഹർ ലീവ് എടുത്തിട്ടേയില്ല. അദ്ദേഹം കോളേജിൽ ഉണ്ടായിരുന്നു. പിന്നെ റായ്പൂരിൽ ചെന്ന് SK ശർമ്മ എന്ന പേരിൽ അദ്ദേഹം ആ പാഴ്സൽ അയച്ചു എന്നുള്ള കാര്യം എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഒരു കൺഫ്യൂഷൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ SP മനസ്സിലുണ്ട്. SP ആകെയുള്ള പ്രതീക്ഷ പുഞ്ചിലാലിന്റെ കൈവശമുള്ള മൊബൈൽ ഫോണാണ്. അയാള് ഈ പറഞ്ഞ സ്ഥലത്തുനിന്ന് 250 കിലോമീറ്റർ അകലെയുള്ള റായ്പൂരിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ ടവറുകൾ കയറി ഇറങ്ങി ആ ഫോൺ പോകണം. അതെന്തായാലും പുഞ്ചിലാലിന് ഒളിക്കാൻ പറ്റില്ല. അതിലൂടെ പിടിച്ചു കയറി പുഞ്ചിലാലിന് എത്താം. ആ ഒരു പ്രതീക്ഷയോടു കൂടിയാണ് പ്രിൻസിപ്പളുടെ മുറിയിൽ നിന്ന് പ്രിൻസിപ്പളിനൊപ്പം അരുൺ ബോത്ര IPS ടീമുകളും പുറത്തേക്ക് ഇറങ്ങുന്നത്. അവർ പുറത്തിറങ്ങുമ്പോൾ ഒത്തിരിയേറെ സ്റ്റാഫുകൾ അവിടെ കാത്തു നിൽക്കുകയാണ്. അവരെ കണ്ട പ്രിൻസിപ്പൾ അവരെ നോക്കി ഒന്ന് വിഷ് ചെയ്തു. ശരിക്കും അവരുടെ മുഖത്ത് ആ സമയത്തും ദുഃഖം നിഴലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലേഡി സ്റ്റാഫുകളും ജെൻസും ഒക്കെ അവരൊന്ന് വിഷ് ചെയ്തിട്ട് അവരോട് ചോദിച്ചു, മാഡം എന്താ വന്നത്? ഇല്ല, ഞാൻ ഒരു ഓഫീസ് ഡോക്യുമെൻ്റ് എടുക്കാൻ വന്നതാണ്. അങ്ങനെ പറഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇരുഭാഗത്തുമായി ആ സ്റ്റാഫുകൾ അങ്ങനെ മാറി നിന്നു. ആ സ്റ്റാഫുകളിൽ ചിലരേക്ക് ആ സമയത്ത് തികച്ചും സ്വാഭാവികമെന്ന മട്ടിൽ പ്രിൻസിപ്പൽ SP അരുണിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഞങ്ങളുടെ കെമിസ്ട്രി ലെക്ചർ നിർമ്മല, ഇതാണ് ഞങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫസർ പുഞ്ചിലാൽ, ഇതാണ് ഞങ്ങളുടെ ഫിസിക്സ് സാർ. അങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഏതാണ്ട് 8 പേരെ പരിചയപ്പെടുത്തിയപ്പോഴേക്കും അവർ നടന്ന് സ്റ്റെപ്സിൻ്റെ അടുത്തെത്തി. അതിലൂടെ അവരങ്ങ് താഴോട്ട് ഇറങ്ങുകയും ചെയ്തു. ഇതിനിടയിൽ കൃത്യമായി പുഞ്ചിലാലിനെ SP അരുൺ ഒന്ന് സ്കാൻ ചെയ്തു എന്ന് പറയാം. ഒരു തരത്തിലുള്ള പരിഭ്രമവും അയാളുടെ മുഖത്തില്ല. ഒരു സീനിയർ പ്രൊഫസർ, നേരത്തെ 2014 വരെ ആ കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന പുഞ്ചിലാല് വളരെ ശാന്തനും അതേസമയത്ത് അത്യാവശ്യം ഗൗരവമുള്ള ആളുമാണ്. SP അരുൺ പ്രിൻസിപ്പളിനൊപ്പം താഴേക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൺകോണുകൾ പുഞ്ചിലാലിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കുറ്റവാളിയുടെ ഒരു ലാഞ്ചനയും പുഞ്ചിലാലിലില്ല. ഓഫീസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ SP സൈബർ സെല്ലുകാരുടെ റിപ്പോർട്ട് കിട്ടി. ക്രൈം നടക്കുന്ന ആ ദിവസവും അതിനു മുന്നേയുള്ള ദിവസങ്ങളിലൊക്കെ പുഞ്ചിലാലിൻ്റെ ടെലിഫോൺ ആ കോളേജിൻ്റെ പരിസരത്ത് തന്നെയുണ്ട്. ആ ഫോണ് അവിടെ നിന്ന് സഞ്ചരിച്ചിട്ടേയില്ല. അതിൻ്റെ അർത്ഥം പകൽ പോലും വ്യക്തമാണ്. പുഞ്ചിലാൽ ആ ഏരിയ വിട്ടുപോയിട്ടില്ല. സൈബർ സെല്ലിൻ്റെ വിശദമായ റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. സംശയിക്കത്തക്ക ഒരു തരത്തിലുള്ള മൂവ്മെന്റ്സും മുൻ പ്രിൻസിപ്പൽ പുഞ്ചിലാലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ അരുണ് തൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ആ കൈയക്ഷരം കണ്ടതാണ്. പുഞ്ചിലാലിന്റെ കൈയക്ഷരം തന്നെയാണ് അരുണിന്റെ കൈവശമുള്ള എല്ലാ ഡോക്യുമെന്റിലും ഉള്ളത്. എന്നാൽ അയാളെ സംശയിക്കാനുള്ള ഒരു സാഹചര്യവും അരുണ് കിട്ടുന്നുമില്ല.
അരുൺ ആ വിവരം അന്വേഷണ സംഘത്തിന്റെ ഇടയിൽ റിപ്പോർട്ട് ചെയ്തതും അവര് കൂട്ടായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി. ഇനിയൊരു ഒളിച്ചുകളിയുടെ ആവശ്യമില്ല. സംശയം തോന്നിയ സ്ഥിതിക്ക് പുഞ്ചിലാലിന്റെ വീട്ടിലേക്ക് ചെല്ലുക. ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഇൻറ്റ്യൂഷൻ അരുണിന് തോന്നിയ ആ സമയത്താണ് അദ്ദേഹത്തിനൊപ്പമുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും അതേ അഭിപ്രായം പങ്കുവച്ചത്. എന്തായാലും ഒരേ ഇൻറ്റ്യൂഷൻ ഒന്നിലധികം ആളുകൾക്ക് ഒരുമിച്ച് തോന്നുമ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നതാണ്. ആ അന്വേഷണ സംഘം അന്ന് ഏകദേശം ഒരു 4 മണിയോടുകൂടി മുൻ പ്രിൻസിപ്പൽ പുഞ്ചിലാലിന്റെ വീട്ടിലെത്തി. പുഞ്ചിലാൽ ഈ സമയത്ത് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അത് ഉറപ്പാക്കിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പോലീസ് സംഘം അവിടെ എത്തുന്നത്. വീടിന്റെ ബെല്ലടിച്ചു. വാതിൽ തുറന്നത് സാക്ഷാൽ പുഞ്ചിലാൽ തന്നെയാണ്. പോലീസിനെ കണ്ടപ്പോൾ പുഞ്ചിലാലിന് ഒരു അത്ഭുതം. എന്താ ഇവിടെ? ഞങ്ങൾക്ക് പ്രൊഫസറോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഓ, സബ്ജക്റ്റിന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണല്ലോ, ബാബാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് പുഞ്ചിലാൽ പോലീസിനെ അകത്തെ ഹാളിലേക്ക് വിളിപ്പിച്ചു. അതിമനോഹരമായ ഒരു വീടിന്റെ ഹാളിലേക്കാണ് ആ സംഘം കടന്നത്. അവിടെ ആ ഹാളിൽ മുഖാമുഖം ഇരിക്കുമ്പോൾ അരുൺ പുഞ്ചിലാലിനോട് ചോദിച്ചു, സാർ, ഞങ്ങള് സൗമ്യയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന ഒന്നും കൊണ്ട് കിട്ടുന്നില്ല. സാർ കല്യാണത്തിന് വളരെ സജീവമായി പങ്കെടുത്തതായിട്ട് വീഡിയോ നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ടു. സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? ആ ചോദ്യം ശരിക്കും പുഞ്ചിലാൽ പ്രതീക്ഷിച്ചിരുന്നു എന്ന് അയാളുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി വിളിച്ചു പറയുന്നുണ്ട്. അയാൾ എസ് പിയോട് പറഞ്ഞു, ഞാനും ശരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതാണ് ആലോചിക്കുന്നത്. ഞാൻ അന്ന് കല്യാണത്തിന് പങ്കെടുത്ത ഓരോ ആളിനെയും എൻ്റെ ഓർമ്മയിലൂടെ ഇങ്ങനെ സ്കാൻ ചെയ്യുകയായിരുന്നു. ആരായിരിക്കാം ആ കാര്യം ചെയ്തതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആളിൻ്റെ മൈൻഡ് സെറ്റിൽ അവിടെ അന്ന് കല്യാണത്തിൽ പങ്കെടുത്ത ആളുകളെയൊക്കെ മനസ്സുകൊണ്ട് സ്കാൻ ചെയ്ത് നോക്കിയായിരുന്നു താനെന്ന് പുഞ്ചിലാൽ പറഞ്ഞതും എസ് പി അരുൺ പുഞ്ചിലാലിനോട് ചോദിച്ചു, സർ, ഈ സൗമ്യയ്ക്ക് താങ്കളുടെ അറിവിൽ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? എസ് പി അരുൺ ആ ചോദ്യം ചോദിച്ചതും അല്പനേരം ഒന്ന് ആലോചിച്ചിട്ട് പുഞ്ചിലാൽ എസ് പിയോട് പറഞ്ഞു, ഈ സൗമ്യയ്ക്ക് എന്തോ പണമിടപാട് പരിപാടിയൊക്കെ ഉണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് അറിയില്ല. എസ് പി അരുൺ ആഗ്രഹിച്ചിരുന്ന ഒരു മറുപടി തികച്ചും അപ്രതീക്ഷിതമായി പുഞ്ചിലാലിന്റെ വായിലൂടെ പുറത്തു വന്നു. സാർ, ഈ സൗമ്യയ്ക്ക് പണമിടപാടൊക്കെ ഉണ്ടെന്ന് സാറിന് എങ്ങനെയാ അറിയാവുന്നത്? എൻ്റെ കൊളീഗല്ലേ അവൻ്റെ അമ്മ. ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് സൗമ്യയുടെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൾ ഒരിക്കൽ പറഞ്ഞതായി എനിക്ക് ഒരു ഓർമ്മയുണ്ട്. വേറെ കൊളീഗ്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ ഈ കാര്യം പറയാറുണ്ട്. സോ അങ്ങനെ ഉണ്ടല്ലോ സാർ, അങ്ങനെയുള്ള ഒരാളായിരിക്കുമല്ലേ സാർ ഈ കത്ത് എഴുതിയത്? അങ്ങനെ പറഞ്ഞിട്ട് എസ് പി അരുൺ ആ കത്ത് അദ്ദേഹത്തെ കാണിച്ചു. ആ കത്ത് കേട്ട പുഞ്ചിലാൽ വളരെ ഗൗരവത്തിൽ ആ കത്തൊന്ന് വായിച്ചു. അതെ സാർ, ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ എഴുതിയിരിക്കുന്നത്. നോക്ക് സാർ, വേറെ ആളുകൾക്ക് ഈ വിവരം അറിയാം. ആ കത്തിന്റെ അടിയിൽ എസ് കെ സിൻഹ എന്ന് എഴുതിയിട്ടുണ്ട്. ആ എസ് കെ സിൻഹ എന്ന പേര് കണ്ടതും അരുൺ പുഞ്ചിലാലിനോട് ചോദിച്ചു, സാർ, സാറിന് ഈ എസ് കെ സിൻഹ അറിയോ? എനിക്കറിയില്ല സാർ, പക്ഷേ ഞങ്ങൾക്കറിയാം സാർ. അതെ സാർ, ഞങ്ങൾക്ക് അറിയാം എസ് കെ സിൻഹ ആരാന്ന്. ആരാതെ സാർ? ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് എസ് കെ സിൻഹയോടാണ് സാർ. അതെ സാർ, നിങ്ങൾ പിടിക്കപ്പെട്ടു. പുഞ്ചിലാൽ മെഹറിന്റെ മുഖം അത് കേട്ടതും ഒന്ന് വിളറി. ശരിക്കും തികച്ചും അപ്രതീക്ഷിതമായി അയാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, അയാളുടെ കണ്ണുകൾ നോക്കിക്കൊണ്ട് എസ് പി അരുൺ അത് പറഞ്ഞപ്പോൾ അയാളുടെ ദേഹത്തുണ്ടായ വിറയൽ ബാക്കിയുള്ള അന്വേഷണ സംഘങ്ങളെ കണ്ടു. മിസ്റ്റർ പുഞ്ചിലാൽ, താങ്കൾ ഇനി ഒളിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ റായ്പൂരിൽ പോയതും അവിടെ നിന്ന് ബോംബ് അയച്ചതൊക്കെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. അരുൺ ശരിക്കും കൂളായിട്ടാണ് ആ ഡയലോഗ് പറഞ്ഞത്. അയാൾ കൃത്യമായി അത് കണ്ടെത്തി എന്നുള്ള ശൈലി പറഞ്ഞതും ഒന്നും മിണ്ടാതെ ആ മുൻ പ്രിൻസിപ്പൽ പുഞ്ചിലാൽ മെഹ്റ ആ കസേരയിലേക്ക് ഒന്ന് ചാഞ്ഞു. ഏതാനും മിനിറ്റ് നേരം അയാളെ കസേരയിൽ ചാഞ്ഞിങ്ങനെ ഇരുന്നു. അയാൾക്ക് ഒന്നും പറയാനില്ല. അയാൾ നന്നായി വിയർക്കുന്നുണ്ട്. അയാളുടെ മുഖത്തൂടി വിയർപ്പ് ഇങ്ങനെ ടൺ കണക്കിന് ഒഴുകി ഇറങ്ങുന്നത് അന്വേഷണ സംഘത്തിന് കാണാം. അവര് ഒന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കിയിരിക്കുമ്പോൾ അയാൾ സാവധാനം തല ഉയർത്തി അരുണിനെ നോക്കി. സാർ, ശരിക്കും മാനേജ്മെന്റ് എന്നോട് കാണിച്ചത് അനീതിയാണ്. ഞാനായിരുന്നു 2014 വരെ ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ. ഒരു ഇല്ലാത്ത ആരോപണം എൻ്റെ മുകളിൽ ഉന്നയിച്ചിട്ടാണ് എന്നെ മാറ്റി സഞ്ജുത്തെ അവർ പ്രിൻസിപ്പളാക്കിയത്. ശരിക്കും സഞ്ജുത്ത് എനിക്കെതിരായി ഒരു ഗെയിം കളിച്ചതുകൊണ്ടാണ് ഞാൻ
ഔട്ടായത്. ആ സഞ്ജുത്തയുടെ വളർച്ച എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. ആ സഞ്ജുത്തയ്ക്ക് ഒരു പണി കൊടുക്കാൻ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു, സർ, ഈ സംയുക്തയെ അവളുടെ കുടുംബത്തോടു കൂടി ഇല്ലാതാക്കാനാണ് ഞാൻ യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തത്. അതെങ്ങനെ ചെയ്യണമെന്ന കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചില സീരിയലുകളും സിനിമകളൊക്കെ കാണുന്നത്. അങ്ങനെ കണ്ടപ്പോൾ ഒരു ബോംബ് സ്ഫോടനം പറ്റിയ പരിപാടിയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് അറിയാനായി ഒരുപാട് വീഡിയോകൾ കണ്ടു. ഞാൻ അതിനുവേണ്ടി ധാരാളം പുസ്തകങ്ങൾ വാങ്ങുകയും ചെയ്തു. അയാൾ പോലീസിനോട് അയാൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങനെ ക്രമമായി പറഞ്ഞു തുടങ്ങി. അതൊക്കെ പറയുമ്പോൾ ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുന്ന അതേ ശൈലിയിലാണ് അയാൾ അത് അവതരിപ്പിക്കുന്നത്. ഒരു ഡീറ്റെയിലും വിട്ടുപോകാതെ വളരെ ഭംഗിയായിട്ട് അരുണിനും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അയാളൊരു കുറ്റസമ്മത മൊഴി തന്നെ നടത്തുകയാണ്. സാർ, ഞാൻ അതിനുവേണ്ടി ഒരുപാട് യാത്ര ചെയ്തു, ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചു. ബോംബ് എന്താണെന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ് പുള്ളി. അതുകൊണ്ട് തന്നെ ഈ സയൻസുമായി മെഹറിന് വലിയ ബന്ധമൊന്നുമില്ല. എന്നാലും അയാളുടെ ഇൻ്റലിജൻസ് അയാളെ കൊണ്ട് അതൊക്കെ പഠിപ്പിച്ചു എന്ന് പറയാം. ഒരു ബോംബ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ആ ബോംബിന് എന്തെല്ലാം സാമഗ്രികൾ വേണം, ആ സാമഗ്രികളെ എങ്ങനെ അറേഞ്ച് ചെയ്താൽ അത് വർക്കിംഗ് ബോംബായി മാറും, ഇതെല്ലാം പുസ്തകങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും വായിച്ചും കണ്ടും ആ പുഞ്ചലാൽ മെഹർ പഠിച്ചെടുത്തു. സർ, അതിനുവേണ്ടി എനിക്ക് 1 കൊല്ലം വേണ്ടി വന്നു. 1 വർഷം കൊണ്ടാണ് ഒരു ബോംബ് ഉണ്ടാക്കാൻ ആ പ്രിൻസിപ്പൽ പഠിച്ചത്. എന്തായാലും ബോംബ് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞ അയാൾ അനുയോജ്യമായ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് സൗമ്യയുടെ വിവാഹത്തിന് സൗമ്യയുടെ മാതാവ് സംയുക്ത ഈ മെഹറിനെ ക്ഷണിക്കുന്നത്. തനിക്ക് അനുയോജ്യമായ ഒരു അവസരമാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ മെഹർ ആ വിവാഹവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തെ അവസാനിപ്പിക്കാനുള്ള ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്തു. ഇതിനു മുമ്പ് തന്നെ ദീപാവലിയോട് അടുപ്പിച്ച് ഒരുപാട് പടക്കം അയാൾ വാങ്ങിച്ചു കൂട്ടിയിരുന്നു. ആ പടക്കങ്ങൾ അയാൾ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ വേറെ സംശയമൊന്നും പടക്കം വിൽക്കുന്ന ആൾക്കാർക്കാർക്കും ഉണ്ടാകാറില്ല. കാരണം വാങ്ങുന്നത് ദീപാവലിക്കാണല്ലോ. ദീപാവലിക്ക് പല കടകളിൽ നിന്നായി ഒത്തിരിയേറെ പടക്കം വാങ്ങിച്ചു കൂട്ടിയ മെഹർ ആ പടക്കങ്ങൾ വളരെ ശ്രദ്ധിച്ച് അഴിച്ചെടുത്ത് അതിനകത്ത് നിന്ന് വെടിമരുന്ന് വേർതിരിച്ചു. ഇഷ്ടംപോലെ വെടിമരുന്ന് വേർതിരിച്ച മെഹർ ആ വെടിമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബോംബ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലേക്കാണ് കടന്നത്. അയാൾ കഴിഞ്ഞ 1 വർഷം കൊണ്ട് നേടിയ അറിവിനെ പ്രാബല്യത്തിൽ എത്തിക്കാനുള്ള നിമിഷമാണ്. എങ്ങനെയാണ് ഒരു പാഴ്സൽ ബോംബ് ഉണ്ടാക്കേണ്ടതെന്നുള്ള വിധവും അയാൾ ഇതിനിടയിൽ പഠിച്ചിരുന്നു. ആ അറിവുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് അയാൾ അവസാനം ആ പാഴ്സൽ ബോംബ് ഉണ്ടാക്കിയത്. ആ ബോംബ് ഇനി എങ്ങനെ സംയുക്തയുടെ വീട്ടിലെത്തിക്കണം, അതാണ് അയാൾ ആലോചിച്ചെടുത്ത രണ്ടാമത്തെ കാര്യം. ബോംബ് തുറക്കുന്ന സമയത്ത് പൊട്ടും. ആ ബോംബ് പൊട്ടി ആ കുടുംബത്തിൽ എല്ലാവരും തീരും. അത് ഉറപ്പാക്കിയ അയാൾ ആ ബോംബ് പൊട്ടിയാൽ ഒരു കാരണവശാലും സംശയം അയാളിലേക്ക് വരാതിരിക്കാനുള്ള നടപടിയെക്കുറിച്ചാണ് ആലോചിച്ചത്. അതിനുവേണ്ടി ദൂരെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കൊറിയറായി അയക്കാനുള്ള തീരുമാനത്തിലേക്ക് മെഹർ എത്തി. കൊറിയർ വഴിയാണ് ആ പാഴ്സൽ സംയുക്തയുടെ വീട്ടിലെത്തേണ്ടത്. അങ്ങനെ ആ പാഴ്സൽ അയച്ചാൽ അയാൾ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഏതൊക്കെ ശൈലിയിലാണെന്ന് ഒരു പഠനം ആ പ്രൊഫസർ ആദ്യമേ അങ്ങ് നടത്തി. പോലീസ് സാധാരണഗതിയിൽ അന്വേഷണം നടത്തുക മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ്. മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷനാണ് പോലീസിന് ശരിക്കും തെളിവായി മാറുക. അതുകൊണ്ട് ആദ്യമേ തന്നെ പ്രിൻസിപ്പൽ ഒരു കാര്യം തീരുമാനിച്ചു, അയാൾ പോകുന്ന സ്ഥലത്തേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകണ്ട എന്ന്. രണ്ടാമതായി അയാൾ തീരുമാനിച്ചത് വർക്കിംഗ് ഡേയിൽ അയാൾ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വേണം ആ പാഴ്സൽ അയക്കേണ്ടത്. അതിനു വേണ്ടിയുള്ള ഒരു പരിപാടിയും അയാൾ പ്ലാൻ ചെയ്തു. രാവിലെ ചെന്ന് രാവിലത്തെയും ഉച്ചക്കത്തെയും ഒപ്പ് ആ അറ്റൻഡൻസ് രജിസ്റ്ററിൽ മുൻ പ്രിൻസിപ്പളായിരുന്ന പുള്ളി അങ്ങ് കാച്ചി. വിവാഹവുമായി ബന്ധിപ്പിച്ച തിരക്കിലായിരുന്നുകൊണ്ട് സൗമ്യയുടെ മാതാവ് ഈ കാര്യം ശ്രദ്ധിക്കാൻ ഉണ്ടായിരുന്നുമില്ല. എല്ലാവരും അവരവരുടെ ഒപ്പുകൾ മാത്രം ശ്രദ്ധിക്കുമ്പോൾ ഒരു ചാൻസ് തനിക്ക് കിട്ടുമെന്നുള്ള കാര്യം മുൻ പ്രിൻസിപ്പൾ കൂടിയായ മെഹറിന് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ആ കാര്യം ഉറപ്പാക്കി. ഇനി മൂന്നാമത്തെ കാര്യം, ഒരു രീതിയിലും തെളിവുകൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തുനിന്ന് വേണം ആ പാഴ്സൽ അയക്കേണ്ടത്. അത് എവിടെ നിന്നാകണമെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് മെഹർ. അത് അങ്ങകലെ റായ്പൂരിന് സമീപത്തുള്ള ഒരു കൊറിയർ ഓഫീസാണ്. അവിടെ സ്കാൻ ചെയ്യാനുള്ള സംവിധാനവും ഇല്ലെന്നും CCTV ഇല്ലെന്നും ഒക്കെ കൃത്യമായും അനവധി നാളത്തെ നിരീക്ഷണത്തിന്റെ ഫലമായി നോക്കി
ബോധ്യപ്പെട്ടിട്ടാണ് അവിടേക്ക് ആ പാഴ്സൽ അയക്കാനായി പോകാൻ മെഹർ തീരുമാനിച്ചത്. നാലാമത്തെ കാര്യമാണ് യാത്ര. യാത്രയിൽ സ്വന്തം വാഹനം ഉപയോഗിച്ചാൽ ഉറപ്പായും ആ കാര്യം നോട്ട് ചെയ്യപ്പെടും. ഏതെങ്കിലുമൊക്കെ CCTVയിൽ വാഹനം പതിയും. അതുകൊണ്ട് സ്വന്തം വാഹനം വേണ്ടെന്ന് തീരുമാനിച്ചു. പബ്ലിക് വാഹനമാണ് നല്ലത്. പബ്ലിക് വാഹനമായി മെഹർ തിരഞ്ഞെടുത്തത് ട്രെയിനാണ്. ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്താൽ അതും തെളിവാകും. അതുകൊണ്ട് മെഹർ ശരിക്കും റായ്പൂരിലേക്ക് പോയതും വന്നതും ടിക്കറ്റ് എടുക്കാതെയാണ്. എല്ലാ തെളിവുകളും മാച്ച് റായ്പൂരിലെത്തി തികച്ചും അപരിചിതമായ ഒരു പേരെഴുതി കൊറിയർ അയച്ചിട്ട് വളരെ കൂളായി അതേപോലെ തിരിച്ച് റായ്പൂരിൽ നിന്ന് കോളേജ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തിറങ്ങി അന്ന് മറ്റ് പ്രൊഫസർമാർക്കും ലെക്ചേഴ്സിനൊപ്പം കൂളായി തിരിച്ചു വരികയും ചെയ്തു. ഒരു സാധാരണ ദിവസം പോലെ ആ ദിവസം അങ്ങ് കടന്നു പോവുകയായിരുന്നു. പക്ഷെ എന്നിട്ടും പോലീസ് അവസാനം അയാളുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അയാളുടെ ഡിഫൻസ് പൊളിഞ്ഞു വീണതുകൊണ്ടാണ് അയാൾ ഈ കഥ അവസാനം പോലീസിനോട് പറഞ്ഞത്. ആ സ്ഫോടനം നടന്ന് 2 മാസവും 2 ദിവസവുമായ ദിവസം, അതായത് 2018 ഏപ്രിൽ 25-നാണ് പുഞ്ചിലാൽ മെഹറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് നടക്കുന്നതിന് മുന്നേ തന്നെ ഈ പുഞ്ചിലാലിന്റെ വീട്ടിൽ നിന്ന് ആ ബോംബുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ സാധനങ്ങൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. അവിടെ നിന്ന് കണ്ടെടുത്ത ആ ഗൺ പൗഡർ, അനുബന്ധ സംവിധാനങ്ങളൊക്കെ വിദഗ്ധ പരിശോധനയിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ ആ വീട്ടിൽ കിട്ടിയതുമായി കണക്റ്റഡായി. അവ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് അയാൾക്ക് മായ്ക്കാൻ കഴിയാത്ത ഒരു തെളിവ്. അത് അയാളുടെ സെർച്ച് ഹിസ്റ്ററിയാണ്. ഇന്റർനെറ്റിൽ ഹൗ ടു മേക്ക് എ ബോംബ്, പ്രത്യേകിച്ച് എ പാഴ്സൽ ബോംബെന്ന് അനവധി തവണ സെർച്ച് ചെയ്തിട്ടുണ്ട് ഈ പ്രൊഫസർ. ശരിക്കും അയാൾ സെർച്ച് ഹിസ്റ്ററി ഉൾപ്പെടെ മാച്ചിരുന്നു. പക്ഷേ അയാൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആളുകളുടെ കണ്ണിൽ നിന്ന് ആ സെർച്ച് ഹിസ്റ്ററി മായ്ക്കാൻ അയാൾക്ക് പറ്റത്തില്ല. പോലീസ് ആവശ്യപ്പെട്ടാൽ ആ സെർച്ച് ഹിസ്റ്ററി കൊടുക്കാൻ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്ന പ്രൊവൈഡറുകാർ ബാധ്യസ്ഥരാണ്. അവരത് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വൻ സെർച്ച് ഹിസ്റ്ററിയാണ് പോലീസിന് കളക്ട് ചെയ്ത് കിട്ടിയത്. ഒരു കൊല്ലത്തെ നിരന്തരമായ പഠനം, ആ പഠനത്തിന്റെ എൻഡിൽ വളരെ ഭംഗിയായി ഉണ്ടാക്കപ്പെട്ട ഒരു പാഴ്സൽ ബോംബ്, അതൊക്കെയാണ് പോലീസിന് കിട്ടിയ തെളിവുകൾ. അനവധി തവണ വീഡിയോ കണ്ടിട്ടുണ്ട്. കാണുന്ന വീഡിയോകൾ അയാൾ കണ്ടു എന്ന് മറ്റാരും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി സകല സെർച്ച് ഹിസ്റ്ററിയും അയാൾ റേസ് ചെയ്തിട്ടുണ്ട്. അതുമൊക്കെ വീണ്ടെടുക്കപ്പെട്ടു. ഇതെല്ലാമായിട്ടാണ് കോടതിയിൽ പോലീസ് FIR സബ്മിറ്റ് ചെയ്തത്. 2018 നവംബർ 19 ക്രൈംബ്രാഞ്ച് 1500 പേജുകളുള്ള ഒരു കുറ്റപത്രമാണ് കോടതിയിൽ കൊടുത്തത്. 62 സാക്ഷികളെയും അത്രയും തന്നെ ഡിജിറ്റൽ തെളിവുകളും പോലീസ് കോടതി ഹാജരാക്കി. ഈ കേസ് കോടതിയിലെത്തി ബാക്കി സംവിധാനങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിനിടയിലാണ് ഇന്ത്യയിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടത്. അങ്ങനെ വിചാരണ അങ്ങ് നീണ്ടു. കോവിഡിന് ശേഷമാണ് വിചാരണ ആരംഭിക്കുന്നത്. ആ വിശദമായ വിചാരണയ്ക്കൊടുവിൽ 2025 മെയ്യിലാണ് വിധി വരുന്നത്. ശരിക്കും ഈ മെയ് മാസത്തിൽ അദ്ദേഹത്തിന് വധശിക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് ആളുകൾ പ്രതീക്ഷിച്ചെങ്കിലും കോടതി വിധിച്ചത് ജീവപര്യന്തം തടവാണ്. ഈ വിധി വന്നത് 2 ദിവസം മുമ്പാണ്, അതായത് മെയ് 28-ന്. ജഡ്ജി സൊനാലി പട്നായിക്കിന് മുന്നിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ടാണ് പ്രോസിക്യൂഷൻ ഇത് പ്രസന്റ് ചെയ്തെങ്കിലും വിധി വന്നപ്പോൾ അത് അപൂർവമായിട്ട് പരിഗണിച്ചില്ലെന്ന് മാത്രം. എന്തായാലും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പാഴ്സൽ ബോംബ് വഴി 2 ആളുകളെ കൊല്ലുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ പാഴ്സൽ ബോംബ് കേസായിട്ട് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ വിധി പറഞ്ഞ സൊനാലിയും അതുപോലെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയെന്ന് പറയാം. പക്ഷേ ഈ കഥയിലെ നായകൻ ആ വില്ലൻ തന്നെയാണ്. ആ വില്ലൻ വളരെ പാടുപെട്ട് പഠിച്ചെടുത്ത ഒരു ക്രിയ അതീവ മനോഹരമായി നടപ്പാക്കിയപ്പോൾ നഷ്ടപ്പെട്ടത് 2 വിലയേറിയ ജീവനാണെന്ന് മാത്രം. ശരിക്കും പ്രതികാരത്തിന് വേണ്ടി ഏത് അറ്റം വരെയും പോകുന്ന മനുഷ്യന്റെ കഥകൾ ഒരുപാടുണ്ട്. ഞാൻ താഴെ ഒരു കഥ പിൻ ചെയ്തിട്ടുണ്ട്. തമിഴ്നാടിനെ ആകെ ഞെട്ടിച്ച ഒരു പ്രതികാരത്തിന്റെ കഥയാണ് താഴെ പിൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കുക. ശരിക്കും മനുഷ്യന്മാർ ഈ ശൈലിയിൽ ക്രൂരരാകുമോ എന്ന് ആ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് M ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.